വേണ്ട ലഹരിയും ഹിംസയും ജനകീയ കവചം ബോധവൽക്കരണവുമായി ഡിവൈഎഫ്ഐ അയലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി ജനകീയ സമിതി രൂപീകരിച്ചു. അയലൂർ യൂണിയൻ ലൈബ്രറി ഹാളിലാണ് ജനകീയ സമിതി രൂപീകരണം നടന്നത്. വിദ്യാലയങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി ലഹരിയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ വിദ്യാലയത്തിന്റെ മുൻവശത്ത് പരാതിപ്പെട്ടി സ്ഥാപിച്ചു. ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് സെക്രട്ടറി വി.ജി. സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കാനും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗവും അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമവും നിരന്തരം വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ പത്ര, ദൃശ്യ, നവ മാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകളെല്ലാം നമ്മൾ ഞെട്ടലോടുകൂടി കേൾക്കുന്ന സ്ഥിതി ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമ പരമ്പരകൾ നമുക്കെല്ലാം ഊഹിക്കാവുന്നതിൻ്റെയും അപ്പുറത്തേക്കും മാറിയിരിക്കുന്നുവെന്നത് ഗൗരവത്തോടു കൂടിയാണ് നാം നോക്കിക്കാണേണ്ടത്. സ്വന്തം കൂടപ്പുറപ്പുകളെ പോലും ആക്രമിക്കുവാൻ, കൊലപ്പെടുത്തുവാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ മാറിപ്പോകുന്നു എന്നത് ഏറെ ഭീതി പടർത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അയലൂർ മേഖലാ പ്രസിഡന്റ് ശരത് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ CPM അയലൂർ ലോക്കൽ സെക്രട്ടറി പുഷ്പാകരൻ, ലോക്കൽ കമ്മിറ്റി അംഗം ശിവരാമൻ, വിരമിച്ച അധ്യാപകൻ ചന്ദ്രൻ, ഡിവൈഎഫ്ഐ അയലൂർ മേഖലാ സെക്രട്ടറി R. രാഹുൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിഘ്നേഷ്, വാർഡ് മെമ്പർ വത്സല ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് S. വിഘ്നേഷ്, കൺവീനറായി ഡിവൈഎഫ്ഐ അയലൂർ മേഖലാ സെക്രട്ടറി R. രാഹുൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ അയലൂർ മേഖലാ കമ്മിറ്റി അംഗം സജിത് പരിപാടിയിൽ നന്ദി പറഞ്ഞു.